വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ്, കേവലം വെറും 2 മാസം മാത്രം പ്രായമുള്ള ഒരു സംഘടന, ആ സംഘടനയെ കൊണ്ട് ഒരു മാസത്തെ ഒരു സമരം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മൾ ആരോടാണ് നന്ദി പറയേണ്ടത്? ഒരു സംശയവുമില്ല, ഈ ഒരു നിമിഷത്തിൽ നന്ദി പറയേണ്ടത് അഭിജിത്ത് ദീപ്കയോടല്ല. അതിനു പകരം ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്തിനോടാണ് അഭിജിത്ത് ദീപ്കെ പോലും നന്ദി പറയുന്നത്. എന്തിനാണെന്നറിയാവോ? മെയ് 15 ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാദത്തിനിടയ്ക്കാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ക്രോക്കോച്ച് അല്ലെങ്കിൽ പാറ്റകൾ എന്നുള്ള ആ ഒരു ജീവിയോട് ജീവിയോട് ഉപമിച്ചത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത്. അത് അങ്ങനത്തെ ജോലി ഇല്ലാത്ത യുവാക്കളെ അങ്ങനെ ഉപമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അഭിജിത്ത് ദീപ്ക അടക്കമുള്ള കുറച്ച് ചെറുപ്പക്കാര് CJP എന്ന് പറയുന്ന ക്രോക്കോച്ച് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ. വളരെ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിലും മറ്റും രൂപീകരിക്കപ്പെട്ട, സോഷ്യൽ മീഡിയയിൽ രൂപീകരിക്കപ്പെട്ട ആ പാർട്ടിയിലേക്ക് ആളുകൾ കുമിഞ്ഞു കയറാൻ തുടങ്ങി. അങ്ങനെ കയറിയപ്പോൾ ഇത് ഇന്ത്യക്ക് ഒരു വലിയ അപകടമാവും എന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യ ഗവൺമെന്റിന്, BJPക്ക് ഒരു വലിയ അപകടമാവുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. എങ്ങനെ ഇതിനെ മുട്ടുകുത്തിക്കാം, എങ്ങനെ ഇതിനെ ഒഴിവാക്കാം എന്നായിരുന്നു ആദ്യം ആലോചിച്ചത്. US-ലായിരുന്നു ഈ CJP എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ജൂൺ 6 പിന്നീട് ഇന്ത്യയിലെത്തുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തുടക്കത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു. ജന്തർ മന്ദിറിലെത്തുന്നു, പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു സമരം പിൻവലിഞ്ഞു കേട്ടോ. പോലീസ് വളരെ കുറച്ച് സമയം മാത്രമേ അനുവദിച്ചുള്ളൂ. പിന്നീട് ജൂൺ 11 പൂനെയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത് ഒരു വലിയ പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു. ആ ഒരു പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം സ്ഥാനം രാജിവെച്ചിട്ടില്ലെങ്കിൽ ജൂൺ 20 മുതൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നു. സമരവേദിയായിട്ട് ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ യുവാക്കളോടും വിദ്യാർത്ഥികളോടും ജൂൺ 17 പറയുന്നു. 20-ാം തീയതിയാണ് അദ്ദേഹം അവിടെ കടക്കാൻ പോകുന്നത്. ആ ഒരു ദിവസം അവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ഇരച്ചെത്തിയപ്പോൾ ആ യുവാക്കൾക്ക് പിന്തുണയുമായിട്ടാണ് സോനം വാങ്ചുക് എന്ന് പറയുന്ന മനുഷ്യൻ ആ വേദിയിൽ നിരാഹാരം ആരംഭിച്ചത്. മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് തുടങ്ങിയ ആ ഒരു പ്രക്ഷോഭം പിന്നീട് അവിടേക്ക് 10 പകരം 20, 40, 100, 1000, 10,000 ആളുകളൊക്കെ അവിടേക്ക് ഇരച്ചെത്താൻ തുടങ്ങി. ഡൽഹി പോലീസിനെ ആ ഒരു നിമിഷത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അതിക്രൂരമായിട്ടാണ് കുട്ടികളെ അവർ ആക്രമിച്ചത്. ഒരു സംശയവുമില്ല, അതിക്രൂരമായിട്ടാണ് ആക്രമിച്ച ദൃശ്യങ്ങളെല്ലാം നമ്മളെല്ലാം കണ്ടതാ. ഒപ്പം സംഘപരിവാരുകാർ കൂടി പോലീസ് വേഷമണിഞ്ഞ് ഡൽഹി പോലീസിനൊപ്പം നിന്നു എന്നുള്ള ആരോപണം കൂടി വരുന്നുണ്ട്. മഫ്റ്റിയില് അല്ലെങ്കിൽ സാധാരണ കാഷ്വൽ വസ്ത്രം ധരിച്ച്, കാഷ്വൽ ഷൂ ഒക്കെ ധരിച്ചിട്ട് താടി വെച്ച പോലീസുകാരെ കൂടി, കയ്യിൽ രാഗിയും മറ്റും കെട്ടിയ പോലീസുകാരെ കൂടി ഈ സമരത്തിൽ നമ്മൾ കാണേണ്ട ഗതികേട് വന്നു. ചില പോലീസുകാർക്ക് അവരുടെ ഷർട്ടില് അവരുടെ നെയിം പ്ലേറ്റ് പോലും ഇല്ലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പൊ എന്തൊരു പ്ലാൻഡ് ആയിട്ടായിരുന്നു ആ ആക്രമണം എന്ന് ആലോചിച്ചൊക്കെ. അങ്ങനെ എത്ര തന്നെ അടി കിട്ടിയിട്ടും, എത്ര തന്നെ പൊരിഞ്ഞടി കിട്ടിയിട്ടും ഒരു അണുവിട പോലും പിൻവാങ്ങിയില്ല. ഷെല്ലാക്രമണം പോലും ഉണ്ടായി എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ BJP എന്ന് പറയുന്ന ആ ഒരു ഗവൺമെന്റിന്റെ പതനത്തിന്റെ തുടക്കമാണ്. CJP ആണ് ആ ഒരു പതനത്തിന് തുടക്കം കുറിച്ചത് എന്ന് നിസ്സംശയം പറയാം. ഏറ്റവും രസകരമായ കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയ നാള് മുതൽ അതിനു മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ട ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ട്, കോൺഗ്രസ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവർ എത്ര തന്നെ ശ്രമിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നെങ്കിൽ അതിനുള്ള ആർജവമില്ല, അല്ലെങ്കിൽ അതിനുള്ള നട്ടല് കോൺഗ്രസ് പാർട്ടിക്കില്ല.
അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സമരം ചെയ്യാൻ തയ്യാറായിട്ടുള്ള യുവാക്കളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കോർഡിനേഷൻ പവർ അതിൻ്റെ നേതാക്കൾക്കില്ല എന്നുള്ളതാണ്. എന്തിനേറെ ഈ സമരത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശമേനോൻ അടക്കമുള്ള ആളുകളെ വരുത്താൻ വേണ്ടിയിട്ട് പിറന്നാളാഘോഷത്തിന് ക്ഷണിക്കുന്നു എന്ന് പറയുന്ന നുണയടക്കം രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നതാണ്. അങ്ങനെ ഈ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ എത്തിയത്. അതുവരെ തന്റെ ട്വീറ്റിലൂടെയും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഒരു വാക്ക് കൊണ്ടുപോലും കേരളത്തിലെയും നമ്മുടെ ഇന്ത്യയിലെയും കോൺഗ്രസ്സുകാര് ഈ സമരത്തെ അനുകൂലിച്ചിട്ടേയില്ല. ഇപ്പൊ ഇതിന്റെ തന്തയാവാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം പോലെ എന്താണെങ്കിലും അതിൻ്റെ ആള് ഞമ്മളാണ് എന്ന് പറയും, അല്ലേ? അതിൻ്റെ ആള് ഞമ്മളാണ് എന്ന് പറയും. ഇനിയിപ്പോ ഒരു കഴുത പെറ്റുകെടുക്കുകയാണെങ്കിലും അതിൻ്റെ ആള് ഞമ്മളാണ് എന്ന് നിസ്സംശയം അങ്ങോട്ട് പറഞ്ഞു കളയുന്ന പോലെയാണ്. ഇതിനെല്ലാം ഇങ്ങനെ സമരം മുന്നോട്ട് ശക്തമാവാനൊക്കെ കാരണം അദ്ദേഹമാണ്, രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള വാഗ്ദാനവുമായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ആ രീതിയിലൊക്കെ തന്നെയാണ് വാർത്തകൾ പോകുന്നത്. എന്തായാലും BJPയിലെ കേരളത്തിലെ ആളുകളൊക്കെ ഇപ്പോൾ വിളിച്ച് അഭിനന്ദനൊക്കെ അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. धर्मेंद्र जी नमस्कार, धन्यवाद। केरल में सब लोग सुबह सुबह उठकर चले जाते हैं. എന്തായാലും പല ആൾക്കാരും വിളിച്ചിട്ട് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത് മാധു എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു സ്ത്രീയുടെ അവതരണമാണ്. ആ റിപ്പോർട്ടർ അവതരണമാണ് അതിഗംഭീരം. കൈയടിക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യം തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ ദിനം അല്ലെങ്കിൽ മറ്റെന്നാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ആണിവെച്ചടിച്ച ലാത്തികൾക്കും പെല്ലറ്റ് ഗണ്ണുകൾക്കും പോലീസ് അതിക്രമങ്ങൾക്കും കീഴടങ്ങാതെ നീതിക്ക് വേണ്ടി തീയായി ജ്വലിക്കാൻ യുവാക്കളുണ്ട് നമുക്ക്. ചിറകുകളിൽ തീയുള്ള പാറ്റകൾ, അഭിമാനിക്കൂ. ഇത് ഇന്ത്യയുടെ തിരിച്ചുവരവാണ്. 20ഓളം കുഞ്ഞുങ്ങൾ ഇനിയില്ല. ഞങ്ങൾ തോറ്റുപോയെന്നില്ലാതെ പോയവർ, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, പേരുപോലും അറിയാത്തവർക്കായി തെരുവുകളിൽ തല്ലുകൊണ്ടത് ഇന്ത്യയുടെ യുവാക്കളാണ്, അല്ലേ? അവർക്ക് അറിയില്ല ആരൊക്കെയാണ് മരിച്ചുപോയവരെ അറിയില്ല, അവരുടെ ബന്ധുക്കൾ അറിയില്ല, ഒരിക്കൽ പോലും കണ്ടിട്ട് പോലുമില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ യുവാക്കൾ ആ ജന്തർ മന്ദിർ ഒന്നിച്ചു കൂടിയത്, സമരം ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരം മുഴുവൻ BJP ഗവൺമെന്റിനെതിരെയായിരുന്നു. 100% BJP ഗവൺമെന്റിനെതിരെയാണ്. ഈ ഒരു ഊർജം, യുവാക്കളുടെ ഊർജം മതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അരാജക ഭരണം താഴെ വീഴ്ത്താൻ. കോൺഗ്രസ്സുകാർക്ക് എന്നെങ്കിലും ബോധമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ബൈ.